സാധാരണ കൊഴുക്കട്ട പല രീതിയിൽ പല നാട്ടിലും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഈ ഇഡ്ഡലിയുടെ തട്ടിൽ വെച്ചിട്ട് വലിയ കൊഴുക്കട്ട ഉണ്ടാക്കിയിട്ട് അതിനുള്ളിൽ ശർക്കരയും പിന്നെ തേങ്ങയും ശർക്കരയും പഴമൊക്കെ വെച്ചിട്ട് ഇതുണ്ടാക്കും. ചിലരാണെങ്കിൽ കൊഴുക്കട്ടയ്ക്കുള്ളിൽ പയറും ശർക്കരയും വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ചില കൊഴുക്കട്ടയാണെങ്കിൽ ഈ വെറുതെ ഇങ്ങനെ ഉണ്ട പിടിച്ചിട്ടിട്ട് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇങ്ങനെ തിളപ്പിച്ച് കൊഴുക്കട്ട ഉണ്ടാക്കും. പക്ഷെ ഇവിടെ വേറൊരു എരിവുള്ള കൊഴുക്കട്ടയാണ്. ഞാൻ ഇതുവരെ എരിവുള്ള കൊഴുക്കട്ടയെ പറ്റി കേട്ടിട്ടില്ല, ആദ്യമായിട്ടാണ്. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം വെക്കുക. ഇത് വെള്ളത്തിന് അളവൊന്നും ഇല്ലല്ലോ, ഒരു ഉദ്ദേശ അളവ്. ഒരല്പം വെള്ളം വെക്കുക, അത് ഉണ്ടാക്കുന്ന അളവിനനുസരിച്ച് വെള്ളം വെക്കുക. പിന്നെ കുറച്ച് തേങ്ങ ഇടുക. ആദ്യം ഉപ്പിടുക, അതിനുശേഷം തേങ്ങ ഇടുക. അപ്പോൾ ഇതുവരെ ചെയ്ത ഇത് ഞാൻ ഒന്നുകൂടി പറയാം. ആദ്യം കുറച്ച് വെള്ളം നന്നായിട്ട് തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഉപ്പിടുക. അതിനുശേഷം കുറച്ച് തേങ്ങ ഇടുക. പിന്നെ ആ വെള്ളത്തിന് കണക്കാക്കിയിട്ടാണ് നമ്മൾ മാവിട്ട് കൊടുക്കുന്നത്. അത് അരിമാവാണ്. അരിമാവ് വറുത്തത് അല്ലേ, വറുത്തെടുത്ത അരിമാവാണ്. നമ്മൾ പുട്ടിനും അപ്പത്തിനൊക്കെ വേണ്ടി വറുത്തെടുക്കുന്ന പോലത്തെ വറുത്തെടുത്ത അരിമാവാണ് ഈ കൊഴുക്കട്ടയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കണ്ടോ, ഈ ഒരു പരുവത്തിൽ നല്ല ചൂടാണ്, അതുകൊണ്ടൊരു നല്ലൊരു തവി കൊണ്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒരു ഇളം ചൂടുള്ളപ്പോഴത്തേക്ക് അത് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട്. ആദ്യം തിളച്ച വെള്ളത്തിൽ മാവിടുന്നതുകൊണ്ട് നല്ല ചൂടായിരിക്കും. അപ്പോൾ നമുക്ക് കൈയിടാൻ പറ്റില്ല. അതുകൊണ്ട് ആദ്യം ഒരു തവി കൊണ്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം പിന്നെ കയ്യിലെടുക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ തുടങ്ങിയിരിക്കുന്നത് ഇതിൻ്റെ രണ്ടാം ഘട്ടമാണ്. അപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടത് വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ഉപ്പ്, തേങ്ങ, പിന്നെ അരിമാവ്, വറുത്ത അരിമാവ് കൂടെ ഇട്ടിട്ട് ആ വെള്ളത്തിൻ്റെ പാകത്തിനനുസരിച്ച് അരിമാവ് തട്ടി ആദ്യം തവി കൊണ്ട് കുഴച്ചു. അതിനുശേഷം ചൂടൊന്ന് ചെറുതായിട്ട് തണുത്ത് വന്നപ്പോഴേക്കും നമ്മൾ കൈ കൊണ്ട് കുഴച്ചു. ഇനിയിപ്പോൾ ചെറിയ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ ആള് കൂടിയ പാമ്പ് ചാവില്ലെന്നാണ് പഴഞ്ചൊല്ല്. പക്ഷെ ഇവിടെ ആള് കൂടി പാമ്പ് ചത്തു. നമ്മുടെ വെള്ളവും തിളച്ചു കഴിഞ്ഞു, കൊഴുക്കട്ടയും റെഡിയാണ്, എന്ന് വെച്ചാൽ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഇതിൽ വേവിച്ചെടുക്കും. ഇനി അടച്ചു വെച്ച് വേവിക്കണം അല്ലേ? എത്ര സമയം എടുക്കും? ഒരു 10 മിനിറ്റ് വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെറിയ ഉണ്ടാക്കി വെക്കുന്നത് അല്ലേ? വലുതായി കഴിഞ്ഞാൽ ഉള്ളു വേവില്ല. അപ്പോൾ ഇനി ഒരു 10 മിനിറ്റ്. സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടില്ല. ഇവിടെ ദുബായിൽ വന്നപ്പോഴത്തേക്ക് കടുകും ഇതിനകത്ത് തന്നെ ഉഴുന്നൂടെ ഇട്ടേക്കാണ്. കാരണം കടുക് വറുക്കുന്നതിന്റെ കൂട്ടത്തിൽ ചിലപ്പോൾ ഉഴുന്നിടാറുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ ആകുമ്പോഴത്തേക്ക് മിക്സ് ചെയ്ത് വെച്ചിരുന്ന എളുപ്പമുണ്ടല്ലേ. പരത്തുമ്പോൾ ഇപ്പോൾ ചെറിയ പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ താമസിക്കുന്ന പല രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്. അപ്പോൾ അവരെയൊക്കെ പൊതിയാക്കിക്കൊണ്ടാണ് നമ്മുടെ ഈ കളർഫുൾ ആയിട്ടുള്ള സാധനം ഇവിടെ റെഡി ആയിട്ടുള്ളത്. ഇതിനകത്ത് നിന്ന് വരുന്നത് സാധാരണ നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഒരു മണം വരുന്നില്ല, ആ ഒരു മണം വരുന്നുണ്ട് ഇപ്പോൾ. എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം.